ചോരല്ലാടാ എടാ നമ്മൾ ഫ്ലീക്ക് ആയിട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യാം പീഡിയിൽ വിളിച്ചു വെക്കാം ഫ്ലീക്ക് എപ്പോ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇത്ര കഷ്ടപ്പെടുത്തില്ലല്ലേ ബോസ് നമ്മൾ ഒരുപാട് മണ്ടന്മാരായി പോയി ബോസ് പീഡിയിൽ വിളി ഞാൻ വിളിക്കാം എനിക്കെന്തൊരു പേടി അതാ പീഡിയിൽ വിളി നമുക്ക് ഡയറക്റ്റ് പീഡിയിൽ ചോദിക്കും ബോസ് അവർക്കറിയായിരിക്കുമല്ലോ അവരെത്ര അവർക്കറിയാലോ ഹലോ ഹലോ ആ സാറേ എന്റെ പേര് ബാബു എന്നാണേ ആ സാറേ ഞാൻ കുറച്ച് പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നേ അപ്പൊ എനിക്കത് എടുക്കാൻ പോകാൻ വേണ്ടിട്ട് ഇപ്പൊ അടുത്തുള്ള ഏതെങ്കിലും പ്ലീക്ക ബാങ്കിൽ റോബറി നടക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല സാറേ സേഫ് അല്ലേ ഇപ്പൊ പോവാലോ പൈസ എടുക്കാൻ ഓ താങ്ക് യു സാർ റോബറി ഒന്നും നടക്കുന്നില്ല സേഫ് ആണ് പിന്നെ അതെന്താ നമുക്ക് നേരത്തെ റോബറി ഇപ്പൊ പോവാം കഴിഞ്ഞ അമ്മരൊക്കെ പിടിച്ചപ്പോ ഇതുപോലെ ചിന്തിക്കാൻ ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ കഴിവ് നിനക്ക് 100 രൂപ ചോറ് തള്ളി തരും വായില് ഉണ്ടായിരുന്നില്ലെങ്കിൽ ചോറ് ആണോ വേണ്ടൂല ചോറ് കൊടുക്കല്ലേ നീ കഴിക്കണ്ട വെറുതെ ഭൂമിക്കൊരു വേണം കൂൾ ഡൗൺ ആയിരിക്കൂടാ നേരത്തെ അടിച്ചേ ഒന്നും കൂടെ ചോദിച്ചാ പോരെ അവരടുത്ത് ബോസ് നമുക്ക് ഇനി എന്തിട്ട് ചെയ്യാം കൂൾ ഡൗൺ എത്ര ഉണ്ടെന്ന് പോലീസുകാരോട് ചോദിക്കാം ബോസ് നമുക്കൊരു ഐഡിയ വിൽക്കാം ബോസ് കൊടുക്കാം ഇപ്പൊ ഹോസ്റ്റേജ് ആണെന്ന് പറഞ്ഞ് വേണം ഞാൻ പീഡിയിൽ ഒന്നും കൂടെ വിളിക്കാം ഒരു ഡൗട്ട് കൊണ്ട് ചോദിക്കാണ്ട് വേറൊരു കിടക്കയിലുണ്ട് ഹലോ ഹലോ ആ സാർ ഞാൻ നേരത്തെ വിളിച്ചാലാണേ ബാബു സാറേ സാറേ ഇവിടെ എനിക്ക് പ്ലീക്ക ബാങ്കിൽ അർജന്റായിട്ട് പൈസ എടുക്കാൻ പോകണമായിരുന്നു സാർ ഞാൻ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പൊ ഇത് റോബറി നടന്നിട്ടുണ്ടായിരുന്നു അവിടെ അപ്പൊ അതിന്റെ കൂൾ ഡൗൺ കഴിഞ്ഞായിരുന്നോ മനസ്സിലായില്ലേ സാറേ സാറിന് ഇപ്പം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനാണോ ക്യാഷ് അതെ ഓക്കെ അവിടെ കൂൾ ഡൗൺ അത് മനസ്സിലായില്ല എന്താന്ന് അതെ സാർ ഇവിടെ ഒരു റോബറി ഞാൻ നേരത്തെ പൈസ ഇടാൻ വന്നപ്പോ ഇവിടെ ഒരു റോബറി നടക്കുമായിരുന്നു സാറേ അപ്പൊ അതിന് കൂൾ ഡൗൺ കാണുമല്ലോ അത് കഴിഞ്ഞാൽ ഇനി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാ പോസ്റ്റൽ കോഡ് സാറേ എനിക്ക് കറക്റ്റ് അറിയില്ല സാറേ ഞാൻ ഫോൺ കാരണം മറിഞ്ഞിരിക്കുക പോസ്റ്റൽ കോഡ് എന്റെ മൊബൈലില് ഞാൻ പറഞ്ഞ അടുത്ത ഫ്ലീക്കയിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വണ്ടിയില്ല പോകാൻ ഇല്ല സാറേ അതായിരുന്നു ആണോ ഇല്ല സാർ പറഞ്ഞാൽ മതി ഒരു ഏകദേശം ഇവിടെ ഒരു സാധാരണ ഒരു റോബറി കഴിഞ്ഞാൽ എത്ര കോൾ ഓഫ് ടൈം ആണുള്ളത് സാർ അറിയാമോ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അല്ല വെയിറ്റ് ആക്കണ്ട വേണമെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും അവിടെ പറഞ്ഞുവിടാം അടുത്ത ബാങ്കിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറയാം തൽക്കാലം വേണ്ട സാറേ ഒരുപാട് പണിയില്ലേ സാറേ ടൈം എടുക്കുമായിരിക്കും ആക്ച്വലി ഞാൻ ഒരു ഇന്റർവ്യൂല് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ് അതാ ഞാൻ ചോദിച്ചത് ഇല്ല കുഴപ്പമില്ല സാറേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ അടുത്ത ബാങ്കിൽ ഇടാൻ പറ്റില്ലെങ്കിൽ സാറിനെ വിളിക്കാം അപ്പൊ ഒരു വണ്ടി വിട്ടുതന്നാൽ മതി അല്ല ഓക്കെ ഇല്ലെങ്കിൽ അടുത്തുള്ള ഏത് ATM-ലും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സാറേ ATM-ൽ 5% ടാക്സ് പിടിക്കുന്നുണ്ട് സാറേ ഓക്കെ അപ്പം ബാങ്കിൽ ഡയറക്റ്റ് ചെയ്താൽ അതാണ് നല്ലത് പേരെന്തായിരുന്നു ബാബു നമ്പർ ഓക്കെ എന്തെങ്കിലും വിളിച്ചാൽ അത് എന്തെങ്കിലും മെസ്സേജ് അയച്ചാലും മതി കേട്ടോ 911-ലോട്ട് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ 911 ഈ സാറേ ഓവറുകൾ കാരണം സാറേ സത്യം പറഞ്ഞാൽ ബാങ്കിലോട്ട് പോലും മടി കൊടുത്തത് നിങ്ങൾ ഇതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ ഓർഡർ ശരി ഏറ്റവും വലിയ എന്തുവാ ശരി പോലീസിൽ എനിക്കിപ്പോ നല്ല കമ്പനി ഉണ്ടേ വിട്ടോ കൊണ്ടുപോകും എന്ത് കൊണ്ടുപോവാൻ കള്ളന്മാരാണ് പോയി പിടിക്കാര് നമ്മളെ കാട്ടി നിങ്ങള് നമ്മളിവിടെ ട്രിഗർ ചെയ്തു കമ്മിങ് നോട്ട് ഇനഫ് പോലീസ് ഇൻ ദ സിറ്റി എന്നതേ പോലീസിനെ വിളിക്കണോ പ്ലീക്ക് ചെയ്യാം ഒന്നും കൂടെ പ്ലീക്ക് പോയി നോക്കടാ കൂളും ടൈം കൊറേ നേരം ലാസ്റ്റ് റോബറി കഴിഞ്ഞിട്ട് എടാ എന്റെ വേറൊരു കിടുക്ക ഐഡിയ ഉണ്ട് ഒരു കിടുക്ക ഐഡിയ ഉണ്ട് ഇപ്പൊ നോക്കോ ഐഡിയ കുറെ ഉണ്ട് നമ്മുടെ ബാലെടുത്ത് ബാലിനെ കൊണ്ട് ചെയ്യത് മെയിൻ ബാങ്ക് പോ ഇപ്പൊ ഫ്ലീക്ക എങ്ങനെ അടിക്കണം ഞാൻ കാണിച്ചാൽ എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഐക്യമാണ് ഇത്
എടാ മെയിൻ ബാങ്ക് പോടാ ട്രിക്കി. നിന്നെങ്ങനെ പോണ നീനാണ് പോണത്, ഞാൻ ഇങ്ങനെ പോയിട്ടില്ലതാ. എടാ ബാലെ പെട്ടെന്നോ അയക്കോ, തലേന്ന് പോണതിന് മുന്നേ പെട്ടെന്ന് ആയേ. എത്തി എടാ നമുക്കിപ്പോ ഫ്ലീക്ക് അടിക്കാൻ ഏകദേശം എപ്പോ പറ്റൂന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കറക്റ്റ് പറഞ്ഞുതരാം. എന്റെ നിങ്ങളവിടെ ലേറ്റസ്റ്റ് ഐഡിയ കാണിച്ചു തരാം. മെയിൻ ബാങ്കിന്റെ ഫ്രണ്ട് ബാല 9111 വിളിക്കണം, എന്നിട്ട് പറയണം. അതില് വിളിക്കില്ലേ ആ 911. അതിൽ വിളിച്ച് ചോദിക്കേണ്ടത്, സാറേ ഞാൻ കേരള ദ്രോഹമുതി എന്ന് പറയുന്ന പത്രത്തിൽ നിന്ന് വിളിക്കുവാണ്. ഇന്ന് ഏതെങ്കിലും ഫ്ലീക്കാർ റോബറി നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ സമയം എത്രയായിരുന്നു, എവിടെ വെച്ചാണ് നടന്നത്, അപ്പൊ നാളത്തെ രാവിലെ പത്രത്തിൽ കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. ലൗഡ് സ്പീക്കർ ടൈമും പത്രത്തിനാന്ന് പറയാം, നാളെ പത്രത്തിൽ കൊടുക്കാനാണെന്ന് പറയാം. ലൗഡ് സ്പീക്കർ ആയിട്ടില്ല. കോൾ എടുക്കുമ്പോ നോട്ട് അവൈലബിൾ. എടാ ഒരു കാര്യം, നമ്മുടെ ഫോൺ എടുത്തിട്ട് അതിനകത്ത് സർവീസസിന് അതൊന്ന് കോൾ ചെയ്യും. ഫോൺ എടുത്തിട്ട് സർവീസസ്, അതില് പോലീസ് പോലീസ് പ്രൊസീഡ്. കിട്ടി. ഹലോ സാറേ, നമ്മള് മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ നിന്നാണ് സാറേ വിളിക്കുന്നത്. എവിടെന്നായിരുന്നു? കേട്ടില്ല, ക്ലിയർ ആയില്ല. മാതൃഭൂമി സാറേ, ഇതിപ്പം സിറ്റിയിൽ ഒരുപാട് കൊലപാതകവും അതേപോലെ തന്നെ റോബറി ഒരുപാട് നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പൊ നാളത്തെ ന്യൂസിൽ കൊടുക്കാനായിട്ട് ഇന്ന് ഏതൊക്കെ റോബറിയാണ് നടന്നത് പറയാൻ പറ്റുമോ സാറേ? ഏറ്റവും അവസാനം നടന്ന റോബറി രണ്ടുപേരാണ്. ആരാ സംസാരിക്കുന്നത്? ആളുടെ പേര് എന്റെ പേര് അനിൽ കുമ്പളങ്ങി. എല്ലാരും അടുത്തുനിന്നാണല്ലോ വിളിക്കുന്നത്. മൾട്ടിപ്പിൾ പത്രത്തിനാണ് ഇത്. ആരാദ്യം എഴുതും അവർക്ക് പൈസ കിട്ടും. സാറേ അപ്പം എവിടെന്നായിരുന്നൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അത് ന്യൂസിൽ കൊടുക്കായിരുന്നു സാറേ. ഓക്കെ സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാൻ ആക്ച്വലി ഒരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്. ഓഫീസേഴ്സിനോട് ചോദിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ്. നിങ്ങൾ ഈ 911 ഒരു മെസ്സേജ് ഇടാവോ സാറേ? അയ്യോ തലവേദനയാണത്. തലവേദനയാണ്. ഇപ്പൊ സെറ്റ് ആയിക്കണോ? ഇപ്പൊ ഉറപ്പായിട്ടും ഫ്ലീക്ക സെറ്റ് ആയിക്കണം, ഓണായി കാണും. ഒന്നുകൂടെ പോടാ. ഇറ്റ്സ് ബർത്ത്ഡേ. ഇവ ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇവന് പറ്റത്തില്ലായിരിക്കും. നിനക്ക് ചെയ്യാൻ അറിയാമോ? ഇത് ഞാൻ ചെയ്തേനടാ. ഇത് എനിക്കൊന്ന് ഈ പൊട്ടൻ തപ്പിയാണ് ഇത്രയും നേരം നമ്മളെ കറങ്ങിയെന്ന് തോന്നേട്ടാ. ആദ്യമേ USB വാങ്ങി ചെയ്താൽ മതിയായിരുന്നു അങ്ങ്. എനിക്ക് ചെയ്യാൻ പറ്റാത്തേ. 26-നാണ്ട്രാ. അപ്പോഴേ ഞാൻ പറഞ്ഞ ആരോ ചാറ്റി കിടന്ന് എന്നെ കുഴപ്പിച്ചതാണ് കേട്ടാ. ചർത്തട്ട പുറത്തേ പറഞ്ഞിട്ട് ബാബു സൈഡല്ല ചെയ്തു ചെയ്തു. ഉച്ച മുതല് ട്രിക്കിനെ കൊണ്ടാണ് നമ്മൾ റോബറി അടിപ്പിക്കാൻ നോക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് കാര്യം പിടിയിട്ട് ഇവൻ USB ഇല്ലാതാണ് റോബറി അടിക്കാൻ വന്നത്. എന്നിട്ട് പറ്റത്തില്ല. ഞങ്ങൾ സിറ്റിയിലുള്ള എല്ലാ ബാങ്കിലും പോകും, വെയിറ്റ് ചെയ്യും, കൂൾ ഡൗൺ മാറി വീണ്ടും വരും, അടിക്കും. ഇപ്പഴല്ലേ കാര്യം മനസ്സിലായി USB ഇല്ലായിരുന്നു. ഉച്ച തൊട്ട് റോബറി അടിക്കാൻ നോക്കുന്ന ട്രിക്ക് ബുദ്ധിയില്ലാത്തവനാടാ. ഉച്ചക്ക് തുടങ്ങിയാലടാ നീ. എനിക്ക് വരാൻ പറ്റുമോ മാറ്? ഇല്ല, ബാഗില്ല. എടാ ബാഗില്ലെന്ന് ഒരു ബാഗ് വേടാ.
ദാമുവിനൊക്കെ രണ്ട് ബാഗാ തുറന്നെടുക്കട്ടെടാ എനിക്ക്. കിട്ടിയാ മതിയായിരുന്നു ഇത്ര പൈസ എടുത്തിട്ട്. ട്രിക്ക് ബാക്കി കൂടെ എടുക്കടാ. അത്ര വെച്ച് നിർത്തിയാ നീ അങ്ങ്. My boy is very good, very good. Fast. ഇപ്പൊ കേക്കാവോടാ? ബല കേക്കാവോ? എടാ എനിക്കൊരു ബാഗ് തന്നെ, ഒരു ബാഗ് തന്നെ, പെട്ടെന്ന് തന്നെ. എന്റെ ബാഗൊന്നും ഇല്ല. എനിക്ക് ബാക്കി തൂക്കിയിട്ടുള്ള ബാഗ് വെച്ചിട്ടാണ് തോന്നുന്നു. എനിക്കിന്റെ ബാഗ്. Come on, move. We are very lucky, bro. നമ്മൾ 5 പേരുണ്ട്. 5 പേരോട് എങ്ങനെ എസ്കേപ്പ് ആവും? Bro, one more need vehicle. One vehicle needed, bro. ഇനി എടുക്കാൻ പറ്റും കേട്ടാ. എടാ വാരിയിട്ട് തീരല്ലല്ലോടാ, ഇത് മഗ്ഗോലാണോ? ഞാൻ പറഞ്ഞ കേൾക്കുന്നു. വാരിയിട്ട് തീര എടാ ഒരാളോ എടാ ഹോസ്റ്റേജിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരാളെ കയറി അവിടെ ഇരി. 4 പേരെ പാടുള്ളൂ. ഇല്ലേ ഇതിനകത്ത്? നാല് പേരെ പാടുള്ളൂ. ശുഭം എടാ 4 പേരെ പറ്റുള്ളൂ. 4 പേരെ പറ്റുള്ളൂ. ഒരാളെ ഒഴിവാക്ക്. രാമോ രാമോ 4 പേരെ പറ്റുള്ളൂ. 4 പേരെ പറ്റുള്ളൂ. മറ്റവനെ കിട്ടിവിട്. ഹോസ്റ്റേജ് എടുക്ക്. പെട്ടെന്ന് പോലീസ് പറഞ്ഞേ. ഓക്കെ ഒരാളെ പിടിച്ച് അവിടെ ഇരുത്ത്. ഒരു ഡൗട്ട് വരത്തില്ല. മോനെ ഏത് പെണ്ണിന്റെ എന്റെലോ 25,000 ബ്ലാക്കാണ്. 25,000 1,25,000. എന്റെ 90,000. എന്തേലും 90. കള്ളന്മാരെ നീയൊക്കെ സത്യം പറ. നിന്റെ എത്ര ഉണ്ടെന്ന്? ലോട്ടറി അടിച്ചതാ. മറ്റേ ഇലുമിനാറ്റി ആയിട്ട് 2 കിട്ടിയതാ. അല്ല നിന്റെ എത്ര ഉണ്ട്? സത്യം പറ. എന്റെ 90,000. കള്ളമല്ല, സത്യം പറ. ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ടായാലും ചെക്ക് ചെയ്യും നിന്റെ എത്ര ഉണ്ട്. സത്യം പറയട്ടെ 60,000. 90 എന്ന് പറഞ്ഞിട്ട് 60 30 ഇവിടെ വിഴിഞ്ഞാ നീ. അത് ടാക്സ് പിടിക്കും കൺവേർട്ട് ചെയ്യുമ്പോ. ബാബുണ്ണ കറക്റ്റ് എത്ര? എന്റെ അടുത്ത് 1.5 ഉണ്ട്. 1.5 സത്യം പറഞ്ഞ കറക്റ്റ് കറക്റ്റ് പറഞ്ഞ 2 ലക്ഷം രൂപ ഉണ്ട്. കറക്റ്റ് അത്രേ ഉള്ളൂ. ബാക്കി ടാക്സ് ഒരു പിടി പിടിച്ചേരാ. ഒരു 260 പിടിയാ. അല്ലല്ല 2 ലക്ഷത്തിൽ കൂടുതലൊക്കെ എങ്ങനെ കിട്ടും? നീ സത്യം പറ. നിങ്ങളുടെ കൊണ്ടത് പറ. എന്തിനിപ്പോ 2,09,000 ഉണ്ട്. ബാബുശേട്ടൻ എത്ര ഉണ്ട്? വരട്ടെ ട്രിക്കിന്റെ അടുത്ത് എത്ര ഉണ്ട്? ഇനി നിങ്ങൾ 2 എടുത്തിട്ട്. എന്റെ 1,60,000. ഇല്ല നീ 2 തൊട്ട് കഴിഞ്ഞാൽ ഞാൻ സത്യം പറയാം. 2,03,735. അപ്പൊ ഇനി 2 ഉള്ളൂ. വേണ്ട നോക്കാനല്ലേ എനിക്കറിയാം. അതൊന്നും ഇവിടെ ഇല്ല. അതൊന്നും ഇവിടെ ഇല്ല. വേണ്ട വേറെ സാധനം ഇടാനാ. ഞാൻ സത്യസന്ധ എനിക്ക് ഞാനാണ് പ്ലാൻ ലീഡർ. അപ്പൊ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. 2,25,000 രൂപ ഉണ്ട്. ഇനി നിങ്ങളുടെ എത്ര ഉണ്ട്? എന്റെ അമ്മ അത്യാവശ്യം 90,000 ഉണ്ട്. സത്യം പറ. 2,03,735. നീ 3 വരി. 2 അപ്പൊ നിന്റെ എത്ര ഉണ്ട്?
2,03,735. ആ അങ്ങനെ കിട്ടും. ഒരു 5,000ന്റെ കോംബോ ആണ് എന്റെ ഒന്നിടക്കി. നീ വിടല്ലേ? 5,000ന്റെ കോംബോ ആണ്. 2,05,000 എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചേനെ. ഞാൻ പറയട്ടെ ബാബുണ്ടെ ഞാൻ കുറച്ച് ബ്ലാക്ക് തന്നില്ലേ? എന്റെ ഇരുന്ന ബ്ലാക്ക് കൂടെ ഞാൻ തന്നു ഒരു 50,000. ഓർമ്മയുണ്ടാ? എന്നിട്ട് എന്റെ ഇരുന്ന ബാക്കി ഇരുന്ന ബ്ലാക്ക് കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത് എന്റെ ഇത്ര ഓ അങ്ങനെ, അതാണ് എന്റെ ഇത്ര ആയതല്ലേ? അപ്പൊ 1,75,000 കിട്ടിയോളൂ. എന്റെ 1,75,000 കിട്ടിയുള്ളൂ. ഓക്കെ ഓക്കെ സെറ്റാണ്. എടാ നമ്മളെ വണ്ടി എടുത്തോണ്ട് ഇവ എന്തിനു ചെയ്യണത്? ബാല എന്തൊരു പ്രശ്നം എന്തിന്? വണ്ടി ഒന്ന് റിപ്പയർ ചെയ്ത് അടിച്ചാ കേറ്റില്ലേ? എടാ പീടി വരില്ലെന്ന് എങ്ങനെ ചോദിക്കും? പീടി വരും തോന്നില്ല. അവിടെ എന്തോ ഒരു വീഡിയോ അങ്ങോട്ട് വരാം. എടാ മണ്ടങ്ങടാപ്പാ, പീടി എന്തിനാണ് എഴുതിയിട്ടിരിക്കുന്നത് നോക്ക്. പീടി അറ്റൻഡിങ്. അത് ഞാനാണ് ഇട്ടത്. പീടി അറ്റൻഡിങ് ഫ്ലീക്കാ ഉണ്ടോ പീടി അറ്റൻഡിങ് അവന്മാരെ കുടുംബശ്രീയാ. 2 കുടുംബശ്രീ ഉണ്ട്. ഈ കുടുംബശ്രീ അല്ല അത്. എടാ അതല്ല നീ ഇട്ടിരിക്കുന്നത് പീടി അറ്റൻഡിങ്. ഇത് പീഡിയുടെ കുടുംബശ്രീയാണോ അത്? മറ്റേത് ഫെയർ പ്ലേ ആണ് മറ്റേത്. എടാ അപ്പൊ അതിൽ നീയല്ലേ ഇട്ടത്? ഇതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പഴാണ് അവന്മാര് ഇത് നീയല്ലേ ഇട്ടേന്ന്? ഇത് ഞാനാണ് ഇട്ടത്. പീഡി അറ്റൻഡ് ചെയ്യാതെ അവൻ അറ്റൻഡ് ചെയ്യണമെന്നല്ലേ? പീഡി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഫ്ലീക്കാ? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്നുണ്ടോ? അത് രണ്ടാമത് ഇട്ടത്. അതല്ല ഇതിനിപ്പോ പീഡിയെ കൊണ്ടുപോയിട്ട് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനും താമും പോയി പീഡി ഓഫീസിനെ ഡ്രസ് ഇട്ടിട്ട് വരും. നിങ്ങൾ ഇവിടെ നിൽക്കണം. വേണമെങ്കിൽ പിടിച്ചോ. കൊണ്ടുവെക്കോ 3 പീഡി. ഓക്കെ നമുക്കിപ്പോ വീരപ്പെട്ട ഗതിയോട് വരുന്നോ എന്റെ മനസ്സുറങ്ങി. ആണോ? റോബർ ഒരു പീഡിയല്ലേ പീഡിയില് വിളി. പൈസ എടുക്കാൻ വന്നപ്പോ ഇവിടെ പീഡി റോബോസ് നിൽക്കണം. ഇതേതാ നമ്പർ? ഏതാ? എടാ അതെങ്ങനെയാടാ സർവീസ് എങ്ങനെയാടാ എടുക്കുന്നേ? സർവീസ് ആപ്പ് ഉണ്ട് എന്റെ കാണുന്നില്ല. ട്രെൻഡി ബേർഡി മാർക്കറ്റ് പ്ലേസ് സ്പാർക്ക്. ഓ സർവീസസ്. ഞാൻ വിളിക്കാം. നീ ഇവിടെ പൈസ എടുക്കാൻ വന്ന, പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ 7175ന്റെ ഫ്രണ്ടില് കള്ളന്മാര് കൊള്ളയടിക്കുന്ന സാറേ ഓടി വരണേന്ന് പറയാ. എടുക്കുന്നില്ലല്ലോ. നീ കള്ളനാണെന്ന് അറിയാടാ അവർക്ക്. എടാ ഫുഡും വെള്ളം ഇല്ല. പെരുന്ന് ഫുഡും വെള്ളം എന്താ? അല്ലേ മാറി ഫുഡും വെള്ളം. ഹലോ സാറേ കേക്കാവോ? സാറേ ഹലോ മേഡം കേക്കാവോ? മേഡം ഞാൻ 7175 ഫ്ലീക്കർ റോബറിയില്. അയ്യോ മേഡം ഫ്ലിക്ക അറ്റൻഡിങ്. അറിയാണ്ട് ഫോൺ എടുത്തേ മോനെ കട്ടേ മോനെ. നീ ഉണ്ട വിഴുങ്ങ് മിസ്റ്റർ. ഇത് പ്രശ്നമായിട്ടാ ബാലിനിപ്പോ കൊണ്ടുപോകും കേട്ടാ. അടിച്ച് പണ്ണ് എല്ലാത്തിനും പറഞ്ഞ റോവറാണെന്ന്. സർ ഫസ്റ്റ് ഓഫ് ഓൾ സർ അർജന്റായിട്ട് ഹോസ്റ്റേജിന് കൊടുക്കാണ്ട് ഹോസ്റ്റേജിന് കൊടുക്കാനുള്ള ഫുഡും വെള്ളം വേണം സാർ. അല്ലെങ്കിൽ പുളി ചത്തു. ഇല്ല അത് ഞങ്ങളുടെ തന്നെ ഞങ്ങൾ കൊടുത്തേക്കാം. എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നല്ലോ. സാർ സംസാരിച്ചോ. ഫുഡ് വെള്ളം സാർ തന്നിട്ട് പോണേ നമ്മുടെ കയ്യിൽ തന്നെ സാറേ. ഫുഡും വെള്ളം തരാം സാർ. എത്ര വെച്ച് കൊടുക്കും? നമുക്ക് കണക്കറിയണം. ഇത് കണക്കി കുറയ്ക്കാനാ. 5 രക്ഷിക്കാ. നമ്മളെ രക്ഷിച്ചാ മതിയോടാ. സ്റ്റേജിന്റെ മുകളിലുള്ള പേര്. അപ്പൊ എല്ലാരും ഒന്ന് മാറാവോ? അതറിയാതെ ഡ്രോപ്പ് ചെയ്യാണ്.
എടാ അത് എന്റെ പേരാടാ മുന്നേ. സാറേ കിട്ടിയിട്ടില്ല. പ്രശ്നാണ് പിങ് ഓക്കെ സാർ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി ഫുഡ് വെച്ചോണ്ട് കൊടുക്കാം. ഐഡി ഒന്ന് പറയാവോ? ഹോസ്റ്റേജിന്റെ ഐഡി 578. സാർ അകത്തോട്ട് കയറി സാർ, എന്തെങ്കിലും കൊടുക്കാൻ പറ്റൂല സാർ. അകത്തോട്ട് കയറി, കുറച്ചുകൂടെ അകത്തോട്ട് കയറി. അല്ല എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, സാർ കാണിക്കുന്നുണ്ട്. സേഫ് ആണ്. സാർ സേഫ് ആണ്. സേഫ് ആണ് സർ. സാർ താഴെ ഇട്ടിക്ക് എടുത്തേക്കാം. പൈസ ഇങ്ങോട്ട്. കേട്ടിയോ? കിട്ടി. സാർ എത്ര ഫുഡ് വെള്ളമാണ് കൊടുത്തത്? 5 ഫുഡ് കൊടുത്തു, ഇനി 5 വെള്ളം കൂടി കൊടുക്കാണ്. ഓക്കെ ഹോസ്റ്റേജ് കിട്ടി. സാറിന്റെ പേരൊന്ന് പറയാമോ ഹോസ്റ്റേജിന്റെ? സാറിന് നിക്കാൻ പറ്റത്തില്ല, സാർ പൊക്കോ. നിക്കാനല്ല സാറേ. എങ്ങനെയുണ്ട് എന്റെ തമാശക്ക് ചിരിക്കണം പ്ലീസ്, ഇല്ലെങ്കിൽ ഞാൻ കൊന്നറിയും. ഹലോ മിസ്റ്റർ, കട്ട ചെയ്തു. വൺ സെക്കൻഡ് കട്ട ഒന്ന് വരും. മിസ്റ്റർ ഹോസ്റ്റേജ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ആ ഫുഡിങ് തന്നെ 773 5 ഒരു ഫുഡ് പോലും ഇല്ല. രണ്ടും ഒന്നും കുറച്ചുകൂടെ ഓക്കെ സാറേ, നിങ്ങൾ ഏത് കണ്ണാണ് സാർ യൂസ് ചെയ്യുന്നത്? AP ആണല്ലേ? ഒരാളുടെ ഉള്ളു AP, ഒരാളുടെ AP ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങളും അങ്ങനെ ചെയ്യണേ. പിസ്റ്റലാണ് AP അല്ല വെറും പിസ്റ്റൽ. എടാ വെറും പിസ്റ്റൽ. സാറേ ഡിമാൻഡ് ഉണ്ട് സാറേ. നമുക്ക് 5 കോടി രൂപയാണ് ഇവിടെ വിട്ടു തരാൻ. അയ്യോ സാറേ 10 ഗവൺമെന്റ് പ്രോപ്പർട്ടി സാറേ. 10 ഗവൺമെന്റ് പ്രോപ്പർട്ടി. 10 ഗവൺമെന്റ് പ്രോപ്പർട്ടി. 5 മിനിറ്റ് പിറ്റിംഗ് ടൈം. നോ സ്പൈക്ക്, നോ ട്രാക്കർ. ഒരു 5 ഗവൺമെന്റ് പ്രോപ്പർട്ടി ആക്കാം. എന്നാ 5 ഗവൺമെന്റ്. 5 വേണ്ട പോടാ. നമുക്ക് ഒന്നാ ഇത്ര പ്രോപ്പർട്ടി അടിച്ച് ആകെ 5 പ്രോപ്പർട്ടി. ഒരു 10 വാങ്ങിച്ചെടുക്കണം അവരെ. 5 എന്ന് പറഞ്ഞത് എന്നൊരു 7 സാറേ. 7 സാറേ, അങ്ങോട്ട് ഇങ്ങോട്ട് 7. സാർ ഇതെല്ലാം നിങ്ങൾ എന്നെ വണ്ടിയിലെടുത്ത് വെച്ചും തരണം. പ്രോപ്പർട്ടീസ് അല്ലേ? 6 കാറ് സാർ എന്നാ 7. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. 6 അല്ല 6. മിസ്റ്റർ, നമ്മൾ ഇതെല്ലാം കൊണ്ടുപോകാൻ ആകെ ചെറിയൊരു വണ്ടിയാ കൊണ്ടുവന്നിട്ടുള്ളേ. നമുക്ക് ഡിക്കിരിടാ. ഓക്കെ പിന്നെ നോ സ്പൈക്ക്, നോ ഡാം, നോ ട്രാക്കർ. ഒരു കെട്ട തമാശ പറയട്ടെ. സ്പൈക്ക് കൊണ്ടുപോയില്ലേ നോക്കാൻ പുള്ളിയുടെ ഹെൽമെറ്റ് വരാൻ പറ. ഒരു പ്രശ്നമുണ്ട്. കട്ട ചെയ്തോ? ടെൽ മീ ബ്രോ. ഞാൻ അകത്തോട്ട് പോയിട്ട് ഒരു ബട്ടനെ പിടിച്ച് വെക്കി. എന്റെ 40,000 അവിടെ പോയി. എന്തിന്റെ കുഴപ്പം? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമ്മുടെ പൈസ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ അക്കൗണ്ട് ഇടാം, എന്നിട്ട് പോവാം. നമ്മൾ അടിച്ച മൊത്തം പൈസ നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ്. ആണോ? 2 അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഏലിയൻസിനെ കൊന്ന പതക്ക കിട്ടോ? അടിച്ചിട്ടു. നമ്മളെ നാടിനെ അറ്റാക്ക് ചെയ്ത ഏലിയൻസിനെ കൊന്നിട്ടുണ്ട്. സാറേ നാടിനെ അബദ്ധം ഏലിയൻസിനെ കൊന്നു. പതക്ക ചന്ദ്രനാ. അയ്യോ 2 വീട്. അയ്യോ എടാ ഫിറ്റ് ചെയ്ത പണേ. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി കണക്കിലെടുക്കാം. ഹലോ എടാ ഞാൻ കത്തി. ഞാനാണ് ഓട്ടിക്കുന്ന. ആ ട്രിക്കി കത്തി. എടാ ട്രിക്കി പോയി. അയ്യോ ചന്ദ്രനാഥ്. ഹലോ ട്രിക്കി പോയി. ഞാനിപ്പോ പോവേ. പോലെ എനിക്ക് മാത്രം വേലി പോവാൻ വയ്യ. ഞാൻ ഡ്രൗട്ടാ. പ്രോപ്പർട്ടി എടാ പേപ്പട്ടിൽ ഇരിക്കണ. പേപ്പട്ടിൽ ഇരിക്കത്തില്ല, അറിയാണ്ട് കിട്ടിയതാ.
അവര് വേപ്പെട്ടിരിക്കുന്നു വാസ, പിന്നെ നമുക്ക് ഇടിച്ചു തന്നെ. അതത്രേ ഉള്ളൂ, അതത്രേ ഉള്ളൂ. ഞാൻ അടിക്കാം. അയ്യോ ഇവിടെ ചുമ്മാ ചുമ്മാ അറിയേണ്ട ഒന്നാണ്. രണ്ടും പോയിടിച്ച് അവിടെ പോയി. എടാ വളവ് വളച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് വളവ് വളച്ച് രക്ഷപ്പെടും കേട്ടാ. എടാ ഇടയ്ക്കിടയ്ക്ക് ഓരോ വളവ് വളച്ചാൽ കേട്ടോ ഉമ്മൻ അറിയാതെ. താഴെ കൂടെ തിരിച്ചു പോകും, എന്നിട്ട് അതേ വളവിൽ കൂടെ തിരിച്ചു പോവാം. അല്ല നമുക്ക് സാറേ പോരാ, ഈ ആഴ്ച എന്തായാലും നമ്മൾ സറണ്ടർ ചെയ്യുന്നതാണ്. നമുക്കങ്ങ് റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് പോടാ, തിരിച്ചു പോവാ. അവര് വന്ന വഴി തിരിച്ചു പോടാ കണക്കി. ഏതെങ്കിലും വളവിൽ ഒതുക്കിട്ട് അവരിങ്ങോട്ട് വരുമ്പോഴേ വളവ് കഴിയുമ്പോഴും വണ്ടി നൈസായിട്ട് വളച്ചിടുക. നേരെ എടുത്തേക്ക് പോവാ, നേരെ എടുത്തേക്ക് പോവാ. എടാ ഈ വീൽചെയർ എസ്കേപ്പ് ആവടാ, നീ പയ്യെ ഓടിച്ചത് ധൃതി വെക്കല്ലേ ഇനി. അവന്മാര് ഇടിച്ചു മറിഞ്ഞാണ് പോണത്. അവന്മാര് തമ്മിലിടിച്ച് പോ. ഇവിടെ ഏതെങ്കിലും ഒരു വലിയ കർവ് എടുത്ത് മേലോട്ട് പോ, ലെഫ്റ്റ് എടുത്ത് മേലോട്ട് പോ. അവന്മാർ എന്തായാലും ഇടിക്കും അവിടെ. എടാ വണ്ടിയിൽ ഒരു പാർട്ട് ഊരി കൊടുത്തു നീ. വണ്ടിടാ ഇവിടെ നിർത്തിയിട് ഇറങ്ങട്ടെ. നിർത്തിയിട് കുറച്ചേരം നിർത്തിയിട്. എന്തിനാണ് പ്ലാൻ നോക്കട്ടെ, ഒരാളെങ്കിലും ഇറങ്ങട്ടെ. ആരിൽ ഇറങ്ങുന്ന കണ്ടതിന് അപ്പഴേ പറയണേ. ബാബുസൻ ഞാൻ ബാക്ക് നോക്കുന്നുണ്ട്, ബാബുസൻ ഫ്രണ്ട് നോക്കണേ. പറയണേ. എടാ ഞാൻ പറഞ്ഞ പ്ലാൻ എന്താ വെച്ചാൽ ലെഫ്റ്റ് പീഡിയുടെ ടോപ്പിൽ കൂടെ കയറ്റി അങ്ങോട്ട് പോണേ, ഓപ്പോസിറ്റ്. ആ വണ്ടി വളച്ചേ വരുള്ളൂ, ആ വണ്ടി വരച്ചേ വരുള്ളൂ. ലെഫ്റ്റിലോട്ട് എടുത്തോണ്ടോണേ. ഓക്കെ ലെഫ്റ്റ് എടുത്ത് ജമ്പ് ചെയ്ത് പോയി ധൈര്യം പോകും. എന്തായാലും സറണ്ടർ ചെയ്യും സാറ് പറഞ്ഞതുപോലെ തന്നെ. അയ്യോ സാറേ ഇങ്ങനെ ഇടിക്കല്ലേ, രക്ഷപ്പെട്ട് ഏതെങ്കിലും കോമ്പൗണ്ട് കയറ്റി അടിച്ചല്ല. എന്നിട്ട് അടിക്കണോ? എല്ലാം മറ്റേ മാറ്റിയിട്ട് ചെയ്യരുത്. വണ്ടി ഇറങ്ങി അടിച്ചോ, ഇറങ്ങണോ? 3, 2, 1 ഇറങ്ങണോ? ഓപ്പണിങ് കിട്ടി. വാ എടാ പറിക്കുന്നുണ്ടോ മോര്? മെയിൻ ബാങ്കിന്റെ ബാക്കില് മാർക്കിതാണ്. രക്ഷപ്പെട്ടോ? AP പിസ്റ്റൽടാ, രണ്ടുപേരും ഒന്നും എടുത്തടാ. AP പിസ്റ്റൽടാ, എടുത്ത് ഒരുത്തരും സെറ്റ്. ഇതെങ്ങനെയാടാ നോ എന്താ ചെയ്യേണ്ടിരുന്നാടാ? നമ്മള് 3 പേരുണ്ട്. എടുത്തെടുത്ത് ട്രിക്കി വന്ന് എടാ രക്ഷപ്പെട്ടെന്ന് തോന്നണ്ടാ.
തീർന്നു ഹോസൻ. അത്രേ ഉള്ളു അത്രേ ഉള്ളു. ഇങ്ങനെ കൊണ്ടുപോയി കേട്ടാ. ബോസ് വീട് കേട്ടാ. ബോസ് ശിഷ്യന്മാരുണ്ട് ബോസ്, ബോസിനെ പൊക്കാൻ. ബോസ് ബോസ് ബാബുശ്ശേരി അറിഞ്ഞില്ലല്ലേ ചന്ദ്രനാണെന്ന്. കുഴപ്പമില്ല ബട്ടാ, ഫ്ലോ ബാബുശ്ശേരി അടിച്ച ഒരു സീനില്ല. എടാ ഞാൻ അറിഞ്ഞില്ല ചന്ദ്രനല്ല, സിറ്റിയിൽ എന്തോ ഏലിയന്റെ ശല്യം ഉണ്ടെന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ എവിടെയോ ഞാൻ കണ്ടതുപോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ടതും അടിച്ചിട്ട് സംസാരിച്ചില്ലല്ലോ. വയ്യാണോ അടിക്കേണ്ടേ? AP പിസ്റ്റൽ യൂസ് ആക്കിക്കൂടാ? എടാ ഞാൻ AP പിസ്റ്റൽ അല്ല യൂസ് ചെയ്തത്. വയ്യോ? ബോസ്. എടാ ഞാൻ ഒരു പിക്കറ്റ് അതിൽ AP പിസ്റ്റൽ യൂസ് ചെയ്യാവോ? യൂസ് ചെയ്യാം, പക്ഷെ പീഡിനെ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല PDN AP വെച്ച് അടിച്ചത്, PDN AP വെച്ച് അടിച്ചത്. അല്ലല്ല, AP യൂസ് ചെയ്യാം. കാരണം അവന്മാരടുത്ത് ആദ്യമേ പറഞ്ഞാണ് AP ആന്ന്. കൊണ്ടുപോടാ എന്റെ കൂടെ. AP നമ്മൾ യൂസ് ചെയ്തില്ല. സിറ്റുവേഷൻ കഴിഞ്ഞല്ല. എടാ ആരെയല്ലേ എന്നെയും കൂടെ കൊണ്ടുപോട്ടെന്തിനാ? ഇതെങ്ങനെ മാർക്കിനെ എങ്ങനെ? വണ്ടി എങ്ങനെയാ? പോയ വഴി തിരിച്ചാ പച്ച വണ്ടിയിൽ പറഞ്ഞ ഞാൻ.